അപ്പോ പ്രിയമുള്ളവർ, നിങ്ങൾ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ, പഴശ്ശിരാജ. അന്ന് എന്റെ മനസ്സിലുണ്ട് പഴശ്ശിരാജന്റെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതൊന്ന് കാണുമെന്ന്. അങ്ങനെ ചേരമ്പാടി ചുങ്കത്തുള്ള വെന്റൂർത്ത് ടീ ഫാക്ടറിന്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ് ഈ ഗുഹ ഉള്ളത്. പഴശ്ശിരാജന്റെ ഫോട്ടോയുടെ തൊട്ട് അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇദ്ദേഹം ധീരനായ നല്ലൊരു ഭരണാധികാരി ആയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ആവിഷ്കരിച്ചിരുന്നത് എന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് അറിയാൻ. ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടേക്ക് ഒരു ഗുഹ ഉണ്ട്, അതുപോലെ ഇങ്ങോട്ടും ഒന്നുണ്ട്. എവിടെ ഉള്ളത് എന്ന് കറക്റ്റ് അറിയില്ല. അതാണ് ശത്രുക്കൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. ഏതാണ് ഒറിജിനൽ, ഏതാണ് രണ്ട് ഗുഹയുണ്ടോ, ഒന്ന് ഒറിജിനലും മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റുമാണ്. അപ്പോ അതൊക്കെയാണ് ആ കാലത്തുണ്ടായിരുന്നവരുടെ ബുദ്ധി. നോക്കിങ്ങളെ, ഇത്രയും കുഴിച്ച് ഇത്രയും വലിയ ഗുഹകളും മറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ബുദ്ധി അപാരം തന്നെ അല്ലെ. അപ്പൊ നമുക്ക് പോവാ. അപ്പൊ ഏകദേശം 2.5 കിലോമീറ്ററോളം ഉണ്ട് എന്നാ പറയണത്. ഞങ്ങള് നിലമ്പൂരിലേക്ക് എത്തുന്നാ പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, റിസ്ക് എടുക്കണില്ല. അപ്പൊ പഴശ്ശിരാജയ്ക്ക് ഒരു സല്യൂട്ട് അടിച്ചുകൊണ്ട് പോവുക. റിസ്ക് എടുക്കാത്തതിന്റെ കാരണം ഉണ്ടോ, നല്ല ഉറവുണ്ട്. കണ്ടോ, ഉറവില്ലതുകൊണ്ട് അതിന്റെ ഉള്ളിക്കാട് കയറി കഴിഞ്ഞാല് ഞങ്ങളെ തലയിൽ കൂടെ ചാടിച്ച് പഴശ്ശിരാജന്റെ ഗുഹ വന്നിട്ട് ബക്കറാക്കാന്റെ സമാധിയാവും.